ഇന്ന് നമുക്കൊരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി കാണാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ തന്തൂരി ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്നത് OTGയിലാണ്. OTGയിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് ആ ഒരു തന്തൂർ ഫ്ലേവർ നമുക്ക് ഈ ചിക്കനിലോട്ട് വരുത്താൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കടക്കാം. ഈ തന്തൂരി ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ മേടിച്ച് അത് 10-12 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കാലിൻ്റെ ഭാഗമൊക്കെ, അതായത് ദശ കൂടുതലുള്ള ഭാഗമൊക്കെ ഒരു കത്തി കൊണ്ട് നല്ലതുപോലെ ഉള്ളിലോട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി പിടിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കഴുകി വാരി വൃത്തിയാക്കിയ ഈ ചിക്കൻ ഒരു അരിപ്പക്കൊട്ടയിലോട്ടിട്ട് വെള്ളം മാക്സിമം കളയുക. അങ്ങനെ കളഞ്ഞതിന് ശേഷം ഏകദേശം അരമണിക്കൂറോളം കൊട്ടയിലിട്ട് നമ്മൾ വെള്ളം കളയാൻ വെക്കണം. അതിനുശേഷം നമ്മൾ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഈ ചിക്കൻ പീസസ് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള വെള്ളമയം കൂടി ഈ ചിക്കനിൽ നിന്ന് പോകും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സംശയമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു മിക്സിയുടെ ബൗളിലോട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 12 വെളുത്തുള്ളിയുടെ അല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ്, അതായത് കാശ്മീരി ചില്ലി പൗഡർ. അതാവുമ്പോൾ നല്ല കളറും കിട്ടും, പാകത്തിനുള്ള എരിവും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുള്ളവർ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ്. അടുത്തതായി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1.5 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂൺ നാരങ്ങ നീരാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ സെറ്റ് കേർഡാണ്, അതായത് കട്ടത്തൈര്. ടിന്നിൽ വാങ്ങാൻ കിട്ടുന്ന ആ തൈരാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സെറ്റ് കേർഡ് ആണെങ്കിൽ പോലും ഇതിൽ നിന്ന് കുറേ വെള്ളം ഊർന്നു വരും നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത്. അത് ഒഴിവാക്കാനായിട്ട് ഒരു തുണിക്കകത്ത് ഈ തൈരിട്ടിട്ട് എവിടെയെങ്കിലും കെട്ടി തൂക്കിയിടുക. അപ്പോൾ ഇതിൽ നിന്ന് കുറേ വെള്ളം പോയി കിട്ടും. എന്നിട്ട് ആ ബാക്കി വരുന്ന തൈര് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഏകദേശം അരമണിക്കൂറോളം ഇങ്ങനെ കെട്ടി തൂക്കി ഇടേണ്ടി വരും വെള്ളം പോകാനായിട്ട്. ഈ തൈരിൽ നിന്ന് കുറേ വെള്ളവും വന്ന് ചിക്കനിൽ നിന്നും വെള്ളം വന്നു കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് വെള്ളമയം വന്നിട്ട് മസാല കോട്ട് ചെയ്ത് ചിക്കനിൽ ഇരിക്കില്ല. അത് ഒഴിവാക്കാനായിട്ടാണ് ചിക്കൻ തുടച്ചെടുക്കണം എന്നും തൈര് ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടിട്ട് വെള്ളമയം കളയണം എന്നും പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കനിലോട്ട് ഈ മസാല നമുക്ക് പുരട്ടിയെടുക്കാം. നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഈ അരച്ചു വന്ന ഈ മസാലയ്ക്കൊരു പ്രത്യേക കളറ് തന്നെയുണ്ട്. ഞാൻ എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആ കാശ്മീരി മുളക് പൊടിക്ക് നല്ല കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കാശ്മീരി ചില്ലി പൗഡർ തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം. കളർ വേണം എന്നുള്ള ആളുകൾ 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. അതുകൂടാതെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ പറഞ്ഞു തന്നതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിൽ. അതേപോലെ തന്നെ ഇത്ത പറഞ്ഞു തന്ന മറ്റൊരു റെസിപ്പിയാണ് ഈ തന്തൂരി ചിക്കൻ്റെ ഈ മസാല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. ഇതിലുപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇത് കൂടാതെ ഞാൻ വീട്ടിൽ ഒരു തന്തൂരി മസാല പൗഡർ പൊടിച്ചു വയ്ക്കാറുണ്ട്. എപ്പോഴും എൻ്റെ കിച്ചണിലുള്ള ഒരു പൗഡറാണത്. അത് ഉപയോഗിച്ചും ഞാൻ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ പൗഡർ നിങ്ങൾ പൊടിച്ചു വയ്ക്കുവാണെങ്കിൽ ആ പൗഡറിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ സെറ്റ് കേർഡും ചേർത്ത് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കിച്ചണിൽ ഉപയോഗിക്കുന്ന 5 തരം മസാല പൗഡറുകളെ പറ്റിയുള്ള ഒരു വീഡിയോ. പലതരം പൗഡറുകളാണത്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു ദിവസം ഞാൻ ഈ പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തന്തൂരി ചിക്കൻ്റെ റെസിപ്പി കാണിച്ചു തരികയും ചെയ്യാം കേട്ടോ. എല്ലാവരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണം. അതിൽ ഞാൻ പറയുന്ന ഓരോ വീഡിയോയുടെ ലിങ്കുകളും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ മസാലയൊക്കെ നല്ലതുപോലെ പുരട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട്
ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മിനിമം 10 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്താൽ നല്ല പോലെ ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. പിറ്റേ ദിവസം ഞാൻ എടുത്ത് ഇതേപോലെയുള്ള OTGയുടെ വയർ റാക്കിലോട്ട് ഈ ചിക്കൻ പീസസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് OTGയിൽ ഗ്രില്ല് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇത് എൻ്റെ മോഫി റിച്ചാർഡിൻ്റെ 60 ലിറ്ററിൻ്റെ OTG ആണ്. അപ്പോൾ ഈ OTGനെ പറ്റിയൊക്കെ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് പറഞ്ഞു തരുന്നത്. ഇതിനു മുമ്പ് ഞാൻ കുക്കീസിൻ്റെ വീഡിയോസൊക്കെ ചെയ്തതിനകത്തും OTGയുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും പിന്നെ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഇതിൽ കാണുന്ന ഈ ബ്ലാക്ക് കളർ ട്രേ ഏറ്റവും താഴത്തെ റാക്കിൽ വെക്കും. അതിൻ്റെ മുകളിൽ ഒരു അലൂമിനിയം ഫോയിലും വെച്ചിട്ട് കവർ ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഊർന്നു വരുന്ന ആ നെയ്യും അല്ലെങ്കിൽ ആ മസാലയൊക്കെ ആ ബ്ലാക്ക് കളറ് ട്രേയിലോട്ട് വീണ് പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ അലൂമിനിയം ഫോയിലും നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി. ഇത്രയും ചെയ്തിട്ട് നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യും. 10 മിനിറ്റ് ആയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ വയർ റാക്ക് നടുക്കായിട്ട് വെക്കും. അതായത് ഈ OTGയിൽ 3 ലെവലിൽ ഈ റാക്കുകൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നടുക്കത്തെ റാക്കിലാണ് ഞാൻ ഈ വയർ റാക്ക് വെക്കുന്നത്. ഈ താഴത്തതിൽ നമ്മൾ ആ ട്രേ വെച്ച് കൊടുക്കും. അങ്ങനെ 3 ലെവലിൽ ഈ ട്രേകൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഈ 60 ലിറ്ററിൻ്റെ OTGയിലുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു അലുമിനിയം ഫോയിലും കൊണ്ട് ഞാൻ എപ്പോഴും കവർ ചെയ്യാറുണ്ട്. ഫിഷ് ബേക്ക് ചെയ്യുന്ന സമയത്തും ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും. കാരണം ഇതിൽ നിന്ന് മസാലയൊക്കെ ചൂടായി വരുമ്പോൾ തെറിച്ചിട്ട് OTGയുടെ മുകളിലൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഗ്രില്ലായി വന്നോളും. പക്ഷേ നമുക്ക് അതിൽ തന്നെ മസാലയൊക്കെ തെറിക്കാതെ നല്ല ക്ലീൻ ആക്കാനായിട്ടൊക്കെ നല്ല എളുപ്പമുണ്ടാവും. ഇപ്പോൾ ഇവിടെ OTGയിൽ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്ത അവനിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 45 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്തെടുക്കണം. ഈ ഗ്രില്ലിംഗ് ടൈം എന്ന് പറയുന്നത് ചിക്കൻ്റെ സൈസ് അനുസരിച്ചൊക്കെ ഇരിക്കും. ഇച്ചിരി വലിയ പീസൊക്കെയാണ് കുറച്ചും കൂടി ടൈമൊക്കെ വെക്കേണ്ടി വരും. അതുമാത്രമല്ല ഓരോരുത്തരുടെ OTG അനുസരിച്ചും കൂടി ഇരിക്കും ഈ കുക്കിംഗ് ടൈം. അത് നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി കുക്കായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് അങ്ങനെ എടുക്കുക. ചിക്കനൊക്കെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഞാനിത് ഒരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റുവാണ്. ഇനി ഇതിന് ഒരു പുകയുടെ ഒരു ടേസ്റ്റ്, ആ ഒരു തന്തൂർ ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഒരു കോള് വാങ്ങാൻ കിട്ടും. ഊത് പുകയ്ക്കാനൊക്കെ ഞാൻ വാങ്ങുന്ന ഒരു കോളാണ്. അപ്പോൾ ഈ ചാർക്കോള് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് പതുക്കെ ചെറിയ തീയിലിട്ട് 1 മിനിറ്റോളം ഒന്ന് കത്തിച്ചെടുക്കുക. നല്ലപോലെ കത്തി വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അത് അടുപ്പിൽ നിന്ന് എടുത്ത് നേരെ ഒരു സ്റ്റീലിൻ്റെ കുഞ്ഞ് ബൗളുണ്ട് അതിലോട്ട് ഇടുവാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ പുകഞ്ഞു തുടങ്ങും. ഈ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ പീസസ് ഒക്കെ ഒരു ഗ്ലാസ് ബൗളിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കോട്ടായിട്ട് ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ ബൗള് എടുത്ത് വെക്കണം. കൈ പൊള്ളാതെ സൂക്ഷിച്ച് വേണം എടുത്ത് വെക്കാനായിട്ട്. നല്ല ചൂടുണ്ടാവും. അത് അങ്ങനെ ആ ചിക്കൻ പീസസിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കണം. എന്നിട്ടൊരു മൂടി എടുത്ത് നിന്ന് കവർ ചെയ്യണം. ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ മൂടി വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതിലിരുന്നിട്ട് നല്ലതുപോലെ ഈ പുക വന്നിട്ട് ഈ ചിക്കൻ പീസസിലൊക്കെ ഒരു തന്തൂരി ഫ്ലേവർ വരും. ഇങ്ങനെയാണ് ഈ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ട് തന്തൂർ ഫ്ലേവർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള മാർഗം. അങ്ങനെ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഈ ചിക്കനിലോട്ട് നല്ലതുപോലെ അതിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാട്ട് മസാല വിതറിയിട്ട് നിങ്ങൾക്ക് കഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.